ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചുള്ള ദർസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് 6ാമത്തെ ദർസാണ്, ഭാഗം 6. അപ്പോൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ സ്ഥാപക നേതാവ് മുഹമ്മദ് ഇലിയാസ്, അദ്ദേഹത്തിൻ്റെ പിഴവുകളും അദ്ദേഹം കൊണ്ടുവന്ന രീതിശാസ്ത്രത്തിൻ്റെ മൻഹജിൻ്റെ പിഴവും നമ്മൾ മനസ്സിലാക്കി. ആ മൻഹജ്, ആ രീതിശാസ്ത്രം തബ്ലീഗി തരീഖത്ത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ അത് സ്വപ്നത്തിലൂടെ ഉള്ള ഖുർആനിൻ്റെ ആലി ഇമ്രാനിലെ 110-ാം വചനം കുന്തും ഖൈറ ഉമ്മത്തൻ എന്ന ആയത്തിൻ്റെ പുതിയ വ്യാഖ്യാനം കൊണ്ട് ഒരു പുതിയ മൻഹജ് രീതിശാസ്ത്രം നടപ്പിലാക്കുകയാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സഹാബത്ത് റളിയല്ലാഹു അൻഹുവിനോ മാതൃകയില്ലാത്ത, അള്ളാഹു പഠിപ്പിക്കാത്തതാണെന്നും പിന്നെ വിശ്വസ്തർ പറഞ്ഞാലും ശരീഅത്തിന് വിരുദ്ധമായ സ്വപ്നം ഞങ്ങൾ എടുക്കില്ല, അത് ശൈത്താൻ്റെ വഹിയാണ് അങ്ങനത്തെ സ്വപ്നങ്ങൾ എന്നതും നമ്മൾ മനസ്സിലാക്കി. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഈ ദർസിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, തബ്ലീഗ് ജമാഅത്ത് പറയും അവരുടേത് ദീനിൻ്റെ പരിശ്രമമാണ്. ദീനിൻ്റെ പരിശ്രമം, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമം. എന്നാൽ അവരുടെ ഈ ദീനി പരിശ്രമം എന്നത് അവരുടെ പ്രബോധന രീതിയിൽ ബിദ്അത്തുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ ഏതൊരു ജുമാ ഖുതുബയും ഒരു പഠന ക്ലാസ്സും ഒരു നിക്കാഹിൻ്റെ ഖുതുബ ഹാജയിലും ആരംഭിക്കുമ്പോൾ നിരന്തരം നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്ത്? അറബിയിൽ പറയാം, എല്ലാ ബിദ്അത്തുകളും, അതായത് എല്ലാ പുത്തനാചാരങ്ങളും ദുർമാർഗമാണ്, എല്ലാ ദുർമാർഗവും നരകത്തിലാണ്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഈ ഹദീസിലൂടെ നമ്മെ ശക്തമായി കൊണ്ട് നരകം കൊണ്ട് താക്കീത് ചെയ്യുന്ന ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെന്ത്? വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. ഇത് സുനൻ അന്നസായിലെ ഹദീസാണ്. പുതുതായി നിർമ്മിച്ച എല്ലാം അനാചാരമാണ് അഥവാ ബിദ്അത്താണ്. എല്ലാ അനാചാരവും അഥവാ ബിദ്അത്തും ദുർമാർഗമാണ്. എല്ലാ ദുർമാർഗവും നരകത്തിലാണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫീദുള്ളയോട് തബ്ലീഗുകാർ 3 ദിവസം 10 ദിവസം 40 ദിവസം പ്രബോധനത്തിന് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങുന്നതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ബിദ്അത്താണ്. അപ്പോൾ തബ്ലീഗ് ജമാഅത്ത് ദീനി പരിശ്രമം എന്ന് പറഞ്ഞ് ഇന്ന് ചെയ്യുന്ന ഈ രീതിയിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബാക്കളോ റളിയല്ലാഹു അൻഹു പ്രബോധനം ചെയ്തത്. തബ്ലീഗുകാർ ഈ എണ്ണത്തെ മാത്രം സൂചിപ്പിക്കുന്ന ഖുർആനിലെയും ഹദീസുകളെയും വചനങ്ങൾ തെളിവായി ഉദ്ധരിക്കും. 3 ദിവസത്തിന് അവർ തെളിവ് ഉദ്ധരിക്കും, ഖുർആനെന്നോ ഹദീസിനോ. 40 ദിവസത്തിനും ഉദ്ധരിക്കും, 4 മാസത്തിനും ഉദ്ധരിക്കും. എന്നാൽ ഈ വചനങ്ങളൊന്നും തന്നെ അള്ളാഹുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ പ്രബോധനത്തിൻ്റെ വചനങ്ങളാണ് എന്ന് വിശദീകരിച്ചിട്ടില്ല, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. സഹാബികൾ റളിയല്ലാഹു അൻഹു അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ പ്രബോധനം നിർവഹിച്ചിട്ടില്ല ഈ ഒരു രീതിയിൽ. ബാറക്കല്ലാഹു ഫീക്കും. പ്രബോധനത്തിന് പുറപ്പെടാൻ യുദ്ധത്തിൻ്റെ ആയത്തുകളും ഈ തബ്ലീഗുകാർ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ഇത് അവരുടെ മുൻതഖാബ് അഹദീസ് എന്ന പുസ്തകത്തിൽ കാണാം. പ്രബോധനം അഥവാ ദഅവത്തിൻ്റെ അധ്യായത്തിലാണ് യുദ്ധത്തിൻ്റെ ആയത്തുകളെ തെളിവാക്കുന്നത്. ഈ ആയത്തുകൾ ദഅവത്തിൻ്റെ ആയത്തുകളാണെന്ന് സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടേയില്ല, അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് കുല്ലു ബിദ്അത്തിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ബിദ്അത്തും. അപ്പോൾ എല്ലാ ബിദ്അത്ത്, എന്തൊക്കെ പുതിയത് വന്നോ, ദീനിൽ പുതിയത് വന്നോ, അതൊക്കെ പെട്ട് ഒന്നും ഒഴിവല്ല.
ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഇവർ പറയും നല്ല ബിദ്അത്തുകൾ പറ്റും, ബിദ്അത്ത് ഹസനത്ത് പറ്റും. ബാറക്കല്ലാഹു ഫീക്കും. ഇല്ല, അങ്ങനെ ഈ ഹദീസ് ഒന്നും കിട്ടൂല. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തറക്കൽ യഹൂദ ഇഹ്ദാവ സബഈന ഫിർഖ, യഹൂദികൾ 71 കക്ഷികളായി പിരിഞ്ഞു. വൈഫ്തറക്കൻ നസാറ ഇസ്ലാവ സബഈന ഫിർഖ, ക്രൈസ്തവർ 72 കക്ഷികളായി പിരിഞ്ഞു. വഹാദിൽ ഹുമ്മ തഫ്തറക്കു സലാസുൻ വൈ സബഈന ഫിർഖ, ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. അപ്പോൾ നമ്മുടെ ഉമ്മത്ത് 73 കക്ഷികൾ, നബി സല്ലല്ലാഹു ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. കുല്ലുഹാ ഫിന്നാർ, അതെല്ലാം നരകത്തിലാണ്. കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാം നരകത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇല്ലാ വാഹിദ്, ഒന്നൊഴികെ. കണ്ടോ, കുല്ലുവിൻ്റെ കൂടെ എന്താണ് ഒഴിവാക്കുന്നതിന് പറയുമ്പോൾ ഇല്ല എന്ന് വെച്ചിട്ടാണ് പറയുക. ഇല്ല, അവിടെ ഒരു എക്സെപ്ഷൻ വന്നു. ഇല്ലാ വാഹിദ്, ഒന്നൊഴികെ എല്ലാം എന്നാ. ബാറക്കല്ലാഹു ഫീക്കും. സ്വാഭാവികമായിട്ടും സഹാബാക്കൾ ചോദിച്ചു, മാ ഹിയ യാ റസൂലല്ലാഹ്, ആ രക്ഷപ്പെട്ട കക്ഷി ഏതാണ്, ആ ഭിന്നിക്കാത്ത കക്ഷി ഏതാണ്? കാരണം സൂറത്ത് ഹൂദിലെ 118 വചനം, ലാ യസാലൂന മുഖ്തലിഫീന, അതായത് ഈ ഉമ്മത്ത് ഭിന്നിച്ചുകൊണ്ടേ, ഈ സമൂഹം ഭിന്നിച്ചുകൊണ്ടേ ഇരിക്കും എന്ന അള്ളാഹിൻ്റെ വചനത്തിൻ്റെ തഫ്സീറിലാണ്, ഇബ്നു കസീറൊക്കെ പോലത്തെ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. ലാ യസാലൂന മുഖ്തലിഫീന, ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാമൻ റഹിമ റബ്ബക്, നിൻ്റെ റബ്ബ് കാരുണ്യം കാണിച്ചവരൊഴികെ. ആരാണ് കാരുണ്യം കാണിച്ചവർ? അപ്പോൾ ആ രക്ഷപ്പെട്ട കക്ഷി ഏതാണ്? മാഹിയ റസൂലല്ലാ, ആ ഭിന്നിക്കാത്ത കക്ഷി ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗം സ്വീകരിച്ചോ ആ മാർഗമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ കൊല്ലു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇല്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? ഈ സമൂഹം ഭിന്നിച്ചുകൊണ്ടേയിരിക്കും, ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇതല്ല പറഞ്ഞതാണ്. അതിന് നമ്മളിന്ന് സാക്ഷികളുമാണ്. ഇങ്ങനെ ഭിന്നിച്ച് പോവാണ്. അപ്പോൾ ആരാണ് ആ ഭിന്നിയതിൽ നിന്ന് ഒഴിവായി അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടുന്ന ആ കക്ഷി, ആ ഫിർഖത്തു നാജിയ, ആ രക്ഷപ്പെട്ട കക്ഷി? അത് നബി സല്ലല്ലാഹു അലൈഹി സഹാബത്തിൻ്റെയും മാർഗം സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ നോക്കൂ, തബ്ലീഗ് ജമാഅത്ത് ഇതിൽ നിന്ന് ഭിന്നിച്ചു. കാരണം അതിനൊരു സ്ഥാപക നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രവും അദ്ദേഹം പഠിപ്പിക്കുന്നതുമാണ് തബ്ലീഗ് ജമാഅത്ത് പിൻപറ്റുക. അതിന് നബി സല്ലല്ലാഹു അലൈഹി സഹാബത്തിൻ്റെയും മാർഗവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് തന്നെയാണ് എല്ലാ കക്ഷികളുടെയും അവസ്ഥ. പിന്നീട് വന്ന അധിക കക്ഷികളുടെ അവസ്ഥ, സംഘടനകളുടെ അവസ്ഥ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കൊരു സ്ഥാപക നേതാവുണ്ട്, മൗദൂദി. ഇഖ്വാനുൽ മുസ്ലിമീനൊരു സ്ഥാപക നേതാവുണ്ട്, ഹസനുൽ ബന്ന. പിന്നെ അതുമായി ബന്ധപ്പെട്ട് സയ്യിദ് കുത്തുബ്. ഇവരൊക്കെ പുതിയ രീതികളും പുതിയ തത്വങ്ങളും കൊണ്ടുവന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് ഇവരൊക്കെ എന്താണ്? ആ നബി സല്ലല്ലാഹു സഹാബത്തിൻ്റെയും മാർഗത്തിൽ നിന്ന് ഭിന്നിച്ച കക്ഷികളാണ്, സംഘടനകളാണ്. മനസ്സിലായോ? ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാ. അള്ളാഹ് പറഞ്ഞിട്ട് വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. അള്ളാഹിൻ്റെ ഭാഷത്തെ മുറുകെ പിടിക്കണം, വിശ്വാസത്തിലും മൻഹജിലും ഐക്യപ്പെടണം. ഇതിനകത്ത് ദർസ് 1 പറഞ്ഞതാ. അപ്പോൾ ഇവരെങ്ങനെ ഭിന്നിച്ചു? സഹാബത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഭിന്നിച്ചു. അതേപോലെ സൂറത്ത് നിസാ ഞാൻ പറഞ്ഞു, 4-ാം അധ്യായം 115-ാം വചനം, യത്തബി ഗൈറ സബീലൽ മുഅ്മിനീൻ. ഈ വചനം ഇറങ്ങുമ്പോഴുള്ള മുഅ്മിനീങ്ങളെ സഹാബത്ത്, ആ സഹാബത്തിൻ്റെതല്ലാത്തൊരു മാർഗം അവർ പിൻപറ്റിയാൽ അവർ ഭിന്നിച്ചു. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവരെ നരകത്തിലിട്ട് കരിച്ചു കളയും. അങ്ങനെ അവരെ മാർഗത്തിലേക്ക് തിരിച്ച്, അവരേത് മാർഗത്തിലാണ് പോകുന്നത് ആ മാർഗത്തിലേക്ക് തിരിച്ച് അവരെ നരകത്തിലേക്ക് കരിച്ചു കളയും. അതേപോലെ അൽ-ബഖറയിലെ 137 പറഞ്ഞു, 2-ാം അധ്യായം 137, ഫൈൻ ആമനോ ബി മുസ്ലിമ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ സന്മാർഗത്തിലായി. കാരണം പ്രവാചകന്മാരും സഹാബാക്കൾ റളിയല്ലാഹു വിശ്വസിച്ചാൽ നിങ്ങൾ സന്മാർഗത്തിലായി. ഫൈൻ തവല്ലൗ, ഇനി അതിൽ നിന്ന് പിന്തിരിഞ്ഞാലോ, ഫൈന്നമാഹും ഫീ ശിഖാഖ്, അപ്പോഴാണ് അവർ കക്ഷിത്വത്തിലാകുക, അപ്പോഴാണ് അവർ ഭിന്നതയിലാകുക. അപ്പോൾ കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞപ്പം ഇല്ല ബിദ്അത്തൻ ഹസന, നല്ല ബിദ്അത്തുകൾ ഒഴികെയെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ വഹി ഇറക്കി കൊടുത്തിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. ചില പണ്ഡിതന്മാർ നല്ല ബിദ്അത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്ത് ഹസന അത് അഞ്ച് ഇനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതാ? അത് ഭാഷാപരമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇല്ലാത്ത പുതിയത് കൊണ്ടുവന്നത് അത് ഭാഷാപരമായിട്ടാണ്, കർമ്മപരമായിട്ടല്ല. ബാറക്കല്ലാഹു ഫീക്കും. മനസ്സിലായോ? ബാറക്കല്ലാഹു ഫീക്കും. ഉമർ റളിയല്ലാഹു അൻഹു തറാവീനെ കുറിച്ച് പറഞ്ഞതുപോലെ നിഅമൽ ബിദ്അ, ഇതൊരു നല്ല ബിദ്അത്താണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു തറാവീനെ കുറിച്ച് പറഞ്ഞില്ലേ? അതൊക്കെ ഭാഷാപരമാണ്. മനസ്സിലായോ? ബാറക്കല്ലാഹു ഫീക്കും. കാരണം കർമ്മപരമായിട്ട് ശറയ്ക്കെതിരായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യൂല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഖുലഫാ റാഷിദീങ്ങളുടെ ഒരു സുന്നത്ത് സ്ഥാപിക്കപ്പെട്ടാൽ അവിടെ തറാവി ഖുലഫാ റാഷിദീങ്ങൾ എല്ലാവരും അംഗീകരിച്ചു. അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബി സുന്നത്തി വ സുന്നത്ത് ഖുലഫാ റാഷിദീൻ. നിങ്ങൾ എൻ്റെ സുന്നത്തും ഖുലഫാ റാഷിദീങ്ങളുടെ സുന്നത്തും മുറുകെ പിടിക്കുക, അണപ്പള്ളി കൊണ്ട് കഴിച്ച് മുറുകെ പിടിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഖുലഫാ റാഷിദ് സുന്നത്ത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും സഹാബാക്കൾ ബിദ്അത്താണതെന്ന് പറഞ്ഞാൽ അത് ഭാഷാപരമാണ്, കർമ്മപരമല്ല. കാരണം കർമ്മപരമായിട്ട് ഒരു സഹാബിയും ഖുലഫാ റാഷിദിൻ്റെ സുന്നത്ത് സ്ഥാപിക്കപ്പെട്ടാൽ അതിനെതിരെ അത് നരകത്തിലേക്ക് പോകുന്ന വഴിയാണ്, ദലാലത്താണെന്ന് ഒരിക്കലും സംസാരിക്കൂലല്ലോ. നമുക്കും സംസാരിക്കാൻ പാടില്ലല്ലോ ഖുലഫാ റാഷിദിൻ്റെ സുന്നത്ത് സ്ഥാപിതമായാൽ. അതുകൊണ്ട് അതൊക്കെ ഭാഷാപരമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞപ്പം ഇല്ലാ ബിദ്അത്തൻ ഹസന, നല്ല ബിദ്അത്തുകൾ ഒഴികെ എന്ന് പറഞ്ഞിട്ടില്ല. ഏതുപോലെ? കുല്ലുഹാ ഫിന്നാർ, എല്ലാ കക്ഷികളും നരകത്തിലാണ്, ഇല്ലാ വാഹിദ്, ഒന്നൊഴികെ. ബാറക്കല്ലാഹു ഫീക്കും. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കുല്ലു ബിദ്അത്തിന് തന്നെ കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിൽ നല്ല ബിദ്അത്ത് പെടൂല, നല്ല ബിദ്അത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാലുള്ള വേറൊരു അബദ്ധം എന്താ? ഇതിന് ശേഷം എന്താ പറഞ്ഞത്? വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദുർമാർഗവും നരകത്തിലാണ്. അപ്പം നല്ല ദുർമാർഗങ്ങളുണ്ടോ? അങ്ങനെ പറയേണ്ടി വരൂലേ? നല്ല ദുർമാർഗങ്ങൾ ഇതിൻ്റെ അകത്ത് പെടൂല എന്ന് പറയണ്ടേ? അപ്പം അത് അബദ്ധമാണ്. ഇനി ദുർമാർഗങ്ങളാണെന്നുള്ള ഖുർആനിലും ഹദീസിലും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ബിദ്അത്ത് ഹസനത്ത് ചെയ്യാമെന്ന് എവിടെയാണ് ഖുർആനിലും ഹദീസിലും വന്നത്? സഹാബാക്കൾ ബിദ്അത്ത് എന്നുള്ള പദം ഖുലഫാ റാഷിദീങ്ങളുടെ സുന്നത്ത് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർഖൻ്റെ മകനും പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഹദീസ് സഹിയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ബാങ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബിദ്അത്താണ്. അപ്പോൾ എന്താ? ഭാഷാപരമാണ്. കാരണം കർമ്മപരമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബിദ്അത്ത് ചെയ്യൂല. ആ ബാങ്കിനെ അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിന്. അപ്പോൾ ഖുലഫാ റാഷിദീങ്ങളുടെ സുന്നത്ത് സ്ഥാപിതമായി. അതുകൊണ്ട് ഇബ്നു ഉമറും ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതെന്താ? അത് ഭാഷാപരമാണ്, കർമ്മപരമായിട്ട് ശർഈ ആക്ഷേപിക്കപ്പെട്ട ബിദ്അത്തല്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് അവരുടെ പുറപ്പെടലിനെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വിധവകളെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കണം എന്ന ഹദീസിൻ്റെ കൂട്ടത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇത് അവരുടെ അജ്ഞതയാണ് വെളിവാക്കുന്നത്. ലോകത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും 40 ദിവസം 4 മാസം പുറപ്പെടുന്നവരുടെ അജ്ഞത നമുക്ക് മനസ്സിലാകും. അവർ അവരുടെ കുടുംബത്തെയും ഭാര്യമാരെയും ജമാഅത്ത് എന്ന് പറഞ്ഞ് വിട്ടുപോകും. അവർ നല്ല സ്വഭാവമുള്ള ആളുകൾ ആണ്, പക്ഷേ വിജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത ദൈവത്താണ്. അതുകൊണ്ടൊരു കാര്യവുമില്ല. പുറപ്പെട്ട് ആളുകളെ ക്ഷണിച്ചാൽ മതി. എന്തിന് കുറേ പഠിക്കുന്നു? അങ്ങനെ അവർ ഇൽമിനെ, വിജ്ഞാനത്തെ, അറിവിനെ നിരുത്സാഹപ്പെടുത്തുന്നു. ഞാനിവിടെ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹിനെ പ്രത്യേകം ഉദ്ധരിക്കാൻ കാരണം, ഇവർ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലയുടെ പഴയ ഫത്വകൾ എടുത്തിട്ട് പറയും ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് തബ്ലീഗിനെ അനുകൂലിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ ഇവിടെ അദ്ദേഹം നിലപാട് മാറ്റാണ്. അതേസമയം അദ്ദേഹം പറഞ്ഞു, ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, വിശ്വാസ വിഷയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമെങ്കിൽ ഇത് സലഫുകളുടെ മാർഗത്തെ എതിർക്കുന്നതും തിരുത്തൽ നിർബന്ധവുമാണ്. തീർച്ചയായും അതിനെ വെറുക്കേണ്ടതും
സലഫുകളുടെ പാതയെ എതിർക്കുന്ന പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് താക്കീത് നൽകേണ്ടത് നിർബന്ധവുമാണ്. ഇത് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫതവ ഇബ്നു ഉസൈമീൻ വോളിയം 2 പേജ് 939-944 കാണാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം എന്താ, വിശ്വാസ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല സലഫുകളിൽ നിന്ന്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം തിരുത്തണം, അതിനെ വെറുക്കണം, അതിനെതിരെ താക്കീത് നൽകണം എന്നാണ് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി ഇവരുടെ വിശ്വാസ കാര്യങ്ങളിൽ സഹാബാക്കളുമായി സലഫുകളുമായി ഭിന്നതയിലാണ്. അതുകൊണ്ടാണ് ഈ ദർസ് എടുക്കുന്നത്. കാരണം നമ്മൾ പറയണം, ഉപദേശിക്കണം, തെറ്റാണ്. തബ്ലീഗ് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ വിശ്വാസത്തിൽ പിഴവുണ്ട് എന്നത് അമലുടെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് സ്വപ്നത്തിലൂടെ നിശ്ചയിച്ച തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രബോധന രീതി പുത്തൻ പാതയാണ്, ബിദ്അത്താണ്. അള്ളാഹുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ റളിയല്ലാഹു അൻഹു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അറിയപ്പെട്ട പൂർവികരായ ഇമാമുകൾക്ക് പരിചയമില്ലാത്തതാണത്. തബ്ലീഗുകാർ തൗഹീദ് കൽപ്പിക്കുകയോ ഷിർക്കിനെ തടയുകയോ ചെയ്യുകയില്ല. ദഅവത്ത് ചെയ്യുമ്പോൾ തൗഹീദ് കൽപ്പിക്കുന്നതിനും ഷിർക്കിനെ തടയുന്നതിനുമായിരിക്കണം മുൻഗണന. അള്ളാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. തീർച്ചയായും ഓരോ സമുദായത്തിലും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും താഗൂത്തിനെ, അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതിനെ വെടിയുകയും ചെയ്യണമെന്ന് പ്രബോധനം ചെയ്തുകൊണ്ട്. അപ്പോൾ എല്ലാ റസൂലിനെ അയച്ചതെന്താ? തൗഹീദുൽ ഉലൂഹിയത്ത് പറയാനാണ്, ഷിർക്കിനെ എതിർക്കാനാണ്. ഒറ്റ ആയത്തിലെ 2 വിഷയം പറഞ്ഞു. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് പ്രബോധനം ചെയ്യാനും ഷിർക്ക് അത് വെടിയാനുമാണ് എല്ലാ സമുദായത്തിലേക്ക് അയച്ചിട്ടുണ്ട്. എല്ലാ റസൂലിനോടും ഇതാണ് പറഞ്ഞത്. അതേപോലെ അള്ളാഹു പറഞ്ഞു, തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ സമുദായത്തിലേക്കും റസൂലിനെ അയച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, ഷിർക്കിനെ വെടിയാൻ എന്നത് സൂറത്തുൻ നഹലിലെ 16-ാം അധ്യായം 36-ാം വചനാണ്. അതേപോലെ നിങ്ങൾ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ആലി ഇമ്രാനിലെ 3-ാം അധ്യായം 110-ാം വചനാണ്. ഇതിൻ്റെ തഫ്സീർ തബരി പറയുന്നു, നിങ്ങൾ നന്മ കൽപ്പിക്കുക എന്ന അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ അർത്ഥം നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കാനും അവൻ്റെ നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാനും കൽപ്പിക്കുന്നു, തിന്മയെ വിലക്കാൻ കൽപ്പിക്കുന്നു എന്നതിനർത്ഥം. അപ്പോൾ കൽപ്പനയാണിത്, തിന്മ വിലക്കണം. നിങ്ങൾ ഷിർക്ക്, അള്ളാഹുവിനോട് പ്രാർത്ഥനയിൽ പങ്കുചേർക്കുന്നത് വിരോധിക്കുന്നു. അപ്പോൾ നന്മ കൽപ്പിക്കുക എന്നാൽ മുൻഗണന തൗഹീദ് കൽപ്പിക്കുന്നതിനും, തൗഹീദുൽ റുബൂബിയത്ത് പറയണം, തൗഹീദ് ഉലൂഹിയത്ത് പറയണം, തൗഹീദ് അസ്മാ വ സിഫാത്ത് പറയണം. തിന്മ വിരോധിക്കുക എന്നാൽ, തിന്മ തടയുക എന്നാൽ ഏറ്റവും മുൻഗണന ഷിർക്ക് വിലക്കുന്നതിനുമാണ്. ഇതിൽ തബ്ലീഗ് ജമാഅത്ത് തൗഹീദ് റുബൂബിയത്തേ പറയുന്നുള്ളൂ, ഉലൂഹിയത്ത് പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് അറിയില്ല, അതുകൊണ്ട് അവർക്ക് പിഴവ് സംഭവിച്ചു. അസ്മാ വ സിഫാത്ത് അവർക്ക് അറിയില്ല, അവർ പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് പിഴവ് സംഭവിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ ഷിർക്കിനെതിരെ അവർ സംസാരിക്കുന്നില്ല. ഇനി മുസ്ലിങ്ങളും പ്രബോധകരും നിർബന്ധമായി അറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഓരോ പദങ്ങളുടെയും അർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തുകൾ, ഉപാധികൾ, അതിൻ്റെ റുക്കുനുകൾ അഥവാ തൂണുകൾ, തൗഹീദിൻ്റെ ഇനങ്ങൾ അറിയൽ നിർബന്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫളായിലുകൾ അഥവാ ശ്രേഷ്ഠതകൾ മാത്രം അറിഞ്ഞാൽ പോരാ, അത് തബ്ലീഗുകാർ പഠിപ്പിക്കുന്നു. പിന്നെ അവരുടെ പണ്ഡിതന്മാരുടെ വിശ്വാസം ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകയാൽ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരാധനയുമില്ലെന്ന്
നീ അറിയുക. അപ്പോൾ ആ വിജ്ഞാനം നമുക്കുണ്ടാകണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ ഷർത്തുകൾ എന്ത്, റുക്നുകൾ എന്ത് ഒക്കെ നമുക്ക് അറിയൽ നിർബന്ധമാണ്. ഇത് 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ 19-ാം വചനമാണ്. അതേപോലെ സഹീഹ് ബുഖാരിയുടെ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലിന, പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് അറിവുണ്ടാവണം. ഇത് യുക്തിപരവുമാണ്. കാരണം അറിവുണ്ടായതിന് ശേഷമേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ പാടുള്ളൂ. അറിവില്ലാതെ സംസാരിച്ചാൽ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും അസത്യമാകും. അതുകൊണ്ട് സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ, വിജ്ഞാനം തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിർബന്ധമാണ് വിജ്ഞാനം തേടൽ, അല്ലെങ്കിൽ കുറ്റകരമാണ്. നിർബന്ധം എന്ന് പറഞ്ഞാൽ ഓരോരാളും ചെയ്യേണ്ടതാണ്. നിസ്കാരം പോലെ, ജനാസ നിസ്കാരം, മയ്യത്ത് നിസ്കാരം പോലെയല്ല. അത് കുറച്ച് പേര് ചെയ്താൽ മതി, എല്ലാവരും കുറ്റത്തിന് ഒഴിവാകും. പക്ഷെ നിസ്കാരം ഓരോരാളും ചെയ്യണം. അതേപോലെ വിജ്ഞാനം തേടൽ ഓരോരാൾക്കും നിർബന്ധമാണ്. അത് തബ്ലീഗുകാർ അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ വിജ്ഞാനം തേടൽ നിർബന്ധമാണ് എന്നത് പറഞ്ഞ ഹദീസ് സുനൻ ഇബ്നു മാജയിലുള്ളതാണ്. അള്ളാഹു പറഞ്ഞു, കുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. ഇത് സൂറത്ത് യൂസുഫ് 12-ാം അധ്യായം 108-ാം വചനമാണ്. നബിയെ പറയുക, ഇതാണ് എൻ്റെ മാർഗം, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, വിജ്ഞാനം അടിസ്ഥാനമാക്കിയുള്ള ഉൾക്കാഴ്ച നൽകുന്ന തെളിവോടെ തന്നെ. അതെ, ഞാനും എന്നെ പിൻപറ്റിയവരും അങ്ങനെയാണ് ക്ഷണിക്കുന്നത്. 12-ാം അധ്യായം 108-ാം വചനം. അപ്പോൾ അലാ ബസീറത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തോടെ. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു പറഞ്ഞു, വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, കൂടുതൽ നല്ലതേതോ അതനുസരിച്ച് അവരോട് സംവാദം നടത്തുകയും ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. ഇത് സൂറത്ത് നഹലിലെ 16-ാം അധ്യായം 125-ാം വചനമാണ്. അതായത് വിജ്ഞാനം ഖുർആനും സുന്നത്തും കൊണ്ട്. വജാദിൽഹും ബില്ലത്തി അവരോട് ജിദാൽ ചെയ്യുക, തർക്കിക്കുക, സംവാദം ചെയ്യുക. ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട്. ഏറ്റവും നല്ലത് ഏതാ? ഖുർആനും സുന്നത്തും. വിജ്ഞാനമില്ലെങ്കിൽ എതിരാളികളെ നേരിടാൻ സാധ്യമല്ല, പരാജയത്തിന് കാരണമാകും. തബ്ലീഗുകാരുടെ പ്രബോധന രീതി ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി എന്തുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിൻ്റെ ഈ രീതിശാസ്ത്രം, അവരുടെ പ്രബോധനം, അവരുടെ ദീനി പരിശ്രമം എന്ന് പറഞ്ഞാൽ ബിദ്അത്താണ് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. അത് അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്തതാണ്, സഹാബാക്കളിൽ ഇല്ലാത്തൊരമലാണ്. ഒരു പുതിയ അമൽ കൊണ്ടുവന്നിരിക്കുകയാണ്, ഒരു പുതിയ രീതിശാസ്ത്രം. ബാറക്കല്ലാഹു ഫീക്കും. 3 ദിവസം 10 ദിവസം 40 ദിവസം എന്നിട്ട് മസ്ജിദുകൾ കേന്ദ്രീകരിച്ചിട്ട് ഉള്ളൊരു പ്രവർത്തനം. അവിടെ തൗഹീദുൽ ഉലൂഹിയത്ത് പറയൂല, തൗഹീദുൽ അസ്മാഉ സിഫാത്ത് പറയൂല, തൗഹീദ് റുബൂബിയത്ത് മാത്രമേ പറയുകയുള്ളൂ. പിന്നെ ഫളായിലുകൾ, അമലുകളുടെ കർമ്മങ്ങളുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറയും. അതിലായാലും പറയും, നിസ്കാരത്തിൻ്റെയും പറയും, നോമ്പിൻ്റെയും പറയും. ബാറക്കല്ലാഹു ഫീക്കും. അതാണ് തബ്ലീഗ് ജമാഅത്ത്. വിജ്ഞാനത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല, അത് നിർബന്ധമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തബ്ലീഗുകാരോട് അവർ ചെയ്യുന്നത് ബിദ്അത്താണെന്ന് പറയുമ്പോൾ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും. എന്താ അത്? മദ്രസ, ലൈബ്രറി, യൂണിവേഴ്സിറ്റി എന്നിവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബത്തിൻ്റെയോ റളിയല്ലാഹു അൻഹു കാലത്തില്ലല്ലോ, അപ്പോൾ അവ ബിദ്അത്തുകളാകുകയില്ലേ? അവരുടെ ചോദ്യമാണിത്. മദ്രസയും ലൈബ്രറി യൂണിവേഴ്സിറ്റി ഒന്നും നബിൻ്റെ കാലത്തോ സഹാബത്തിൻ്റെ കാലത്തോ ഇല്ലല്ലോ, അപ്പോൾ അത് പുതിയതല്ലേ, അപ്പോൾ അത് ബിദ്അത്തല്ലേ എന്നതാണ് അവരുടെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അൽ ഇത്തിസാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, അമ്മൽ മദാരിസു ഫലം യതഅല്ലഖു ബിഹാ അംറു തഅബുദി, മദ്രസകളെ സംബന്ധിച്ചിടത്തോളം ആരാധനാപരമായ ഒന്നും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. അൽ മസാലിഹുൽ മുർസല, പൊതു താൽപ്പര്യമുള്ള കാര്യങ്ങൾ എന്ന ഇനത്തിൽ ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ ഇത്തിസാം എന്ന ഗ്രന്ഥത്തിൽ ഖുർആൻ ഗ്രന്ഥരൂപത്തിലാക്കിയ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നു. അപ്പോൾ എന്താ, ഈ മദ്രസയിൽ എന്താണ്, അത് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും എന്താണ്, അതിൽ
ഇല്ല എന്ന് ഇമാം ഷാത്തിബി റഹിമഹുല്ല പറഞ്ഞു. എന്നിട്ട് ഇമാം ഷാത്തിബി റഹിമഹുല്ല പറയാണ്, ഫഇന്ന സാലിക റാജു ഇല ഹിഫ്ളു ശരീഅത്തി വൽ അംറു യഹ്ഫുദുഹാ മഅലൂം. അത് മടങ്ങുന്നത് അഥവാ ഖുർആൻ ഗ്രന്ഥരൂപത്തിലാക്കുക എന്നത് ശരീഅത്തിനെ സംരക്ഷിക്കുക എന്ന അടിസ്ഥാനത്തിലേക്കാണ്. അത് സംരക്ഷിക്കാനുള്ള കൽപ്പന അറിയപ്പെട്ട കാര്യവുമാണ്. അപ്പോൾ അൽ മസാലിഹുൽ മുർസല എന്ന് പറഞ്ഞാൽ പൊതു താല്പര്യമുള്ള പൊതു നന്മയുള്ള കാര്യങ്ങൾ എന്ന ഇനത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതിൻ്റെ ആശയം ദൈർഘ്യം ഭയന്ന് ചുരുക്കി ഞാനിവിടെ പറയാം. ഖുർആൻ ഗ്രന്ഥരൂപത്തിലാക്കിയത് ദീനിൻ്റെ ഷറഇൻ്റെ സംരക്ഷണത്തിനാണ്. സഹാബത്തുൽ റളിയല്ലാഹു അൻഹു ഇതിന് മാതൃകയുണ്ട്. ഗ്രന്ഥം എന്നത് ദീൻ സംരക്ഷിക്കാനുള്ളൊരു ഭൗതിക മാർഗമാണ്. ഗ്രന്ഥം സ്വമേധയ ഒരു ആരാധനയല്ല. അതുപോലെ മദ്രസ, യൂണിവേഴ്സിറ്റി, ലൈബ്രറി, ഹദീസ് ശാസ്ത്രം, അറബി ഭാഷ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവയെല്ലാം ശരീഅത്ത് സംരക്ഷിക്കാനുള്ള ഭൗതിക മാർഗം മാത്രമാണ്. അവ സ്വമേധയ എന്താണ്? ആരാധനയാകുന്നില്ല. അതുകൊണ്ട് അവ ബിദ്അത്തുകളിൽ പെടില്ല. അപ്പം നമുക്ക് സഹാബത്തിൽ മാതൃകയുണ്ട് ഖുർആൻ പുസ്തക രൂപത്തിലാക്കിയത്. അപ്പോൾ ഖുർആൻ പുസ്തക രൂപത്തിലാക്കും എന്ന് പറയുമ്പോൾ ആ പുസ്തകം എന്താണ്? അതൊരു ഭൗതിക മാർഗ്ഗമാണ് ശരീഅത്തിനെ സംരക്ഷിക്കാൻ. സ്വമേധയ എന്താണ്? അതൊരു ആരാധനയല്ല. അപ്പോൾ ശരീഅത്തിനെ സംരക്ഷിക്കാനുള്ളൊരു ഭൗതിക മാർഗം ആവാമെന്ന് സഹാബത്തിൻ്റെ ഇജ്മാ ഉണ്ട്. അതാണ് ഖുർആൻ പുസ്തക രൂപത്തിലാക്കിയത്. ആ പുസ്തകം സ്വമേധയം എന്താണ്? ആരാധനയല്ല. അതുകൊണ്ട് സഹാബത്തിൻ്റെ ഇജ്മാ ഉള്ള ഈ വിഷയം അത് ദീനാണ്, അത് ബിദ്അത്തല്ല. ബാറക്കല്ലാഹു ഫീക്കും. അൽ മസാലിഹുൽ മുർസല പൊതു താല്പര്യമുള്ള കാര്യങ്ങൾ എന്ന ഇനത്തെയാണ് പണ്ഡിതന്മാർ ശറഇൽ പ്രശംസനീയമാക്കിയതിന് കീഴിൽ വരുന്നതാണെങ്കിൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നല്ലത് എന്ന് പറഞ്ഞത്. ബാറക്കല്ലാഹു ഫീക്കും. ഇവക്ക് ശറഈയായ തത്വത്തിൽ ആരാധനയല്ല ഒരു അടിസ്ഥാനമുണ്ടെങ്കിലും ദീനിനെ ശരീഅത്തിനെ ഭൗതിക മാർഗങ്ങൾ ഉപയോഗിച്ച് സംരക്ഷിക്കുക എന്നത് ഇവയൊന്നും സ്വമേധയ ആരാധന അല്ലാത്തത് കൊണ്ട് എല്ലാ ബിദ്അത്തുകളും ദുർമാർഗമാണ്, നരകത്തിലാണ് എന്ന ഹദീസിൽ പരാമർശിക്കപ്പെട്ട ശറഈയായ കർമ്മമായ ബിദ്അത്തുകളിൽ പെടില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സഹാബത്തിൽ മാതൃകയുണ്ട്. അവർ സഹാബത്തിൻ്റെ ഇജ്മാ എല്ലാവരും ഏകോപിച്ച് അംഗീകരിച്ചാൽ അതെന്തായി? അത് ദീനായി. പിന്നെ അത് ബിദ്അത്താവില്ല. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തെളിവെന്താ? നമുക്ക് ഭൗതിക മാർഗങ്ങൾ അവ സ്വമേധയ ആരാധനയല്ല, അതിലൂടെ ശരീഅത്തിനെ സംരക്ഷിക്കുന്നതൊക്കെ ചെയ്യാം. അപ്പോൾ വാട്സാപ്പ് പോലത്തെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള പ്രബോധനം, മൈക്ക്, സ്പീക്കർ, ചോക്ക്, ഇവയെല്ലാം ഭൗതിക മാർഗങ്ങൾ മാത്രമാണ്. വാട്സാപ്പ് അത് സ്വമേധയ ആരാധനയല്ല. മൈക്ക്, സ്പീക്കറൊന്നും സ്വമേധയ ആരാധനയല്ല. അതുകൊണ്ട് ഇവയൊന്നും എന്താണ്? ബിദ്അത്ത് അല്ല. ബാറക്കല്ലാഹു ഫീക്കും. അതൊക്കെ നമ്മൾ ശരീഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭൗതിക മാർഗങ്ങളാണ്. അതേപോലെ ജുമാ ഖുതുബ അറബി ഭാഷയിലല്ലാത്തത് ബിദ്അത്തല്ലേ എന്ന് ചിലർ ചോദിക്കും. അടിസ്ഥാനപരമായി ഖുതുബ അറബിയിൽ ആയിരിക്കണം. എന്നാൽ എന്തുകൊണ്ട് അത് അനറബി ഭാഷയിലും ആവാം? ഷെയ്ഖ് റബി റഹിമഹുല്ല പറഞ്ഞു, ഭാഷ ആരാധനയല്ല. ഭാഷ ആരാധന ആയിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും സാധാരണ സംസാരിക്കുന്നത് പോലും അറബിയിലായിരിക്കണം. കാരണം ആരാധനയിൽ മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ. അപ്പം ഭാഷ ആരാധന അല്ല. അപ്പം നമുക്ക് നമ്മളെ ഭാഷയിൽ സംസാരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ അറബിയിലായതുകൊണ്ടാണ് അറബിയിൽ ഖുതുബ പറഞ്ഞത്. കാരണം അത് ഉപദേശങ്ങളാണ്, കേൾക്കുന്നവർക്ക് മനസ്സിലായി എന്ന് ഹദീസുകളിൽ നമുക്ക് വ്യക്തമായി കാണാം. കേൾക്കുന്ന സഹാബാക്കൾ റളിയല്ലാഹു അൻഹു മനസ്സിലായതായിട്ട് ഖുതുബ പറയുമ്പം ഉള്ള ഹദീസുകൾ നമ്മൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അനറബികളായ പ്രവാചകന്മാർ അലൈഹിസ്സലാം അവരുടെ ഭാഷയിലാണ്
ഉപദേശങ്ങൾ നൽകിയത്. ഇതിൻ്റെ തെളിവെന്താ? അള്ളാഹു പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ വഹുവൽ അസീസുൽ ഹക്കീം. ഒരു റസൂലിനെയും തന്നെ അദ്ദേഹത്തിൻ്റെ ജനതക്ക് അദ്ദേഹം വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടി അവരുടെ ഭാഷയിൽ അല്ലാതെ നാം അയച്ചിട്ടില്ല. അപ്പോൾ മനസ്സിലാകണം എന്താ പ്രബോധനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ റസൂലിനെയും അവരുടെ ഭാഷയിലാണ് അയച്ചത്. ഇത് സൂറത്ത് ഇബ്രാഹിം 14 അധ്യായം 4 വചനത്തിൽ കാണാം. നിസ്കാരത്തിൽ നാം അറബിയിൽ മാത്രം പറയുന്നത് നിസ്കാരം ആരാധനയാണ്. ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാലശേഷം സഹാബികളും റളിയല്ലാഹു അൻഹും നമ്മളെല്ലാവരും നിസ്കരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുത്തുബയല്ല പിന്നീട് സിദ്ദീഖും ഉമറും മറ്റ് സഹാബികളും റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അതാണ് കുത്തുബ. എന്താണ് അത്? അനറബി ഭാഷയിലാകാം. ഭാഷ സ്വമേധയാ ആരാധനയല്ല. അതുകൊണ്ട് നമുക്ക് ഏത് ഭാഷയിലും പറയാം. അത് അറബിയിൽ തന്നെ ആവണം എന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. കുത്തുബ ഹാജത്ത് ഒഴികെ അത് അറബിയിൽ തന്നെ പറയണം. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ നസീഹത്ത് കൊടുക്കുമ്പോൾ ഏത് ഭാഷയിലും പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുത്തുബ തന്നെയല്ല സിദ്ദീഖ് ഉമർ ഒന്നും പറഞ്ഞേ എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ബിദ്അത്തുകാരുടെ ചോദ്യമാണ്, ആധുനിക വാഹനങ്ങൾ നബിയുടെയോ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെയോ റളിയല്ലാഹു അൻഹും കാലത്തുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവ ബിദ്അത്തുകളല്ലേ? അവ ഉപയോഗിക്കാൻ പറ്റുമോ? അവ പുതിയതല്ലേ? അപ്പോൾ അത് നരകത്തിലേക്ക് പോകുന്നതല്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഇങ്ങനെ പോവുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയവിയായി പുതുതായി വന്നിട്ടുള്ള കാര്യങ്ങളിൽ, വസ്തുക്കളിൽ ഹറാമല്ലാത്തവ അനുവദനീയമാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോ സഹാബകളിൽ നിന്നോ റളിയല്ലാഹു അൻഹും പ്രത്യേകമായ മാതൃകയോ നിർദ്ദേശമോ ആവശ്യമില്ല. ഉദാഹരണത്തിന് ആധുനിക വാഹനങ്ങൾ, വിവിധ ഭക്ഷണങ്ങൾ, കറണ്ട്, ഇലക്ട്രിസിറ്റി, മറ്റ് വിവിധങ്ങളായ ആധുനിക കണ്ടുപിടുത്തങ്ങൾ മുതലായവ. ഇത് വ്യക്തമാക്കുന്ന 2 ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അലമു ബി അംരി ദുനിയാക്കും. നിങ്ങളുടെ ദുനിയവിയായ കാര്യത്തിൽ ഏറ്റവും അറിവുള്ളവർ നിങ്ങളാകുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് അത് എന്താണ്? ദുനിയവിയായ കാര്യങ്ങൾ എന്നിൽ നിന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഇനി മറ്റൊരു ഹദീസ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഷൈഅൻ മിൻ അംരി ദുനിയാക്കും ഫശഅനകും ബിഹി വ ഇൻ കാന ഷൈഅൻ മിൻ ഉമൂരി ദീനിക്കും ഫഇലയ്യ. നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ആണെങ്കിൽ അത് നിങ്ങളുടെ കാര്യമാണ്, അഥവാ എന്നിൽ നിന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ആണെങ്കിൽ അത് എന്നിലേക്കാണ് മടക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് സുനൻ ഇബ്നു മാജയിലെ ഹദീസാണ്. പിന്നെ തബ്ലീഗുകാർ പറയുന്നതാണ്, എല്ലാ ബിദ്അത്തിൻ്റെ ആളുകളും പറയുന്നതാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാരും പറയുന്നതാണ്, നല്ല പ്രവൃത്തിയല്ലേ. സമസ്ത പറയും നല്ല പ്രവൃത്തിയല്ലേ, മൗലൂദ് നല്ലതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുന്നത് നല്ലതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ചെയ്തിട്ടില്ലെങ്കിലും നല്ലതല്ലേ. അപ്പോൾ ബിദ്അത്തിനെ കുറിച്ചുള്ള അജ്ഞത കാരണം ബിദ്അത്തുകാർ പറയും, എന്ത്? ആ പ്രവൃത്തി നല്ലതല്ലേ, സമൂഹത്തിൽ മാറ്റം വന്നില്ലേ, ഫലം കാണുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് അവർ പറയുക. എന്നാൽ ജനങ്ങൾ നല്ലതായി കണ്ടാലും ദീനിലെ എല്ലാ ബിദ്അത്തുകളും ശൈത്താൻ തോന്നിപ്പിക്കുന്നതും ദുർമാർഗവുമാണ്. ഇതിൻ്റെ തെളിവെന്താ? അള്ളാഹു പറഞ്ഞു, ആ ഫമൻ സുയ്യിന ലഹു സൂഅ അമലിഹി ഫറആഹു ഹസനൻ. അപ്പോൾ തൻ്റെ ദുഷ്പ്രവൃത്തി തനിക്ക് ഭംഗിയായി കാണിക്കപ്പെടുകയും എന്നിട്ടതിനെ നല്ലതായി കാണുകയും ചെയ്തിട്ടുള്ള ഒരുവനോ. ഇത് 35 അധ്യായം 8 വചനാണ്. ഇതിൻ്റെ തഫ്സീർ ബഗവി പറയുന്നു. അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു,
നസൽതു ഫി അബി ജഹൽ വ മുഷ്രിക്കി മക്ക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നമുക്കറിയാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറിൻ്റെ ഇമാം എന്നറിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി ഇറങ്ങുന്നതിന് സാന്നിധ്യം ഉണ്ടായ നബി സല്ലല്ലാഹു അലൈഹി നേരിട്ട് പഠിച്ച സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഈ ആയത്ത് അവതരിച്ചത് അബൂ ജഹലിനും മക്ക മുശ്രിക്കുകളുടെയും മേലെയാണ്. വഖാല സയ്യിദ് ബിൻ ജുബൈർ റഹിമഹുല്ല നസൽതു ഫി അസ്ഹാബിൽ അഹ്വാ വൽ ബിദ. സയ്യിദ് ബിൻ ജുബൈർ റഹിമഹുല്ല പറഞ്ഞു, മഹാനായ താബി പണ്ഡിതനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച സഹാബാക്കളിൽ നിന്ന് പഠിച്ച താബി പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ഈ ആയത്ത് അവതരിച്ചത് സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്നവരുടെയും ബിദ്അത്തിൻ്റെയും ആളുകളുടെ വിഷയത്തിലാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ ഖത്താദ റഹിമഹുല്ല പറയുന്നു, അദ്ദേഹവും സഹാബാക്കളിൽ നിന്ന് പഠിച്ച മഹാനായ താബിയാണ്. മിൻഹുമുൽ ഖവാരിജ് അല്ലദീന യസ്തഹില്ലൂന ദമാഉൽ മുസ്ലിമീൻ വ അംവാലുഹും ഫഅമ്മ അഹ്ലുൽ കബായിർ ഫലൈസു മിൻഹും ലിഅന്നഹും ലാ യസ്തഹില്ലൂനൽ കബായിർ. എന്താ ഖത്താദ റഹിമഹുല്ല പറഞ്ഞത്? താബി പണ്ഡിതൻ, സഹാബാക്കളിൽ നിന്ന് നേരിട്ട് പഠിച്ച പണ്ഡിതൻ, അവരിൽ ഇച്ഛകളുടെയും ബിദ്അത്തിൻ്റെയും ആളുകളിൽ പെട്ടവരാണ് ഖവാരിജുകൾ. അവർ മുസ്ലിങ്ങളുടെ രക്തം ചിന്തുന്നതും സമ്പത്ത് പിടിച്ചെടുക്കുന്നതും അനുവദനീയമാക്കുന്നു. അപ്പോൾ ഇവിടെ കബായറുകൾ എന്ന് പറഞ്ഞാൽ വൻ പാപങ്ങൾ ചെയ്യുന്ന മുസ്ലിങ്ങളാണ്. അവർ ഈ ആയത്തിൽ പെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അവർ പാപങ്ങൾ അനുവദനീയമാക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് ഇമാം ബഗവി വിശദീകരിക്കുന്നു, ലഹു സുവ അമലുഹു ഐ ഖബീഹ് അമലുഹു ഫറആഹു ഹസനൻ സുയ്യിന ലഹു ശൈത്താൻ സാലിക ബിൽ വസ്വാസ്. തൻ്റെ ദുഷ്പ്രവൃത്തി, അതിനർത്ഥം അവൻ്റെ ദുഷിച്ച കർമ്മം അതിനെ നല്ലതായി കാണുകയും ചെയ്യുന്നു. അതിനർത്ഥം ശൈത്താൻ അവന് വസ്വാസിലൂടെ ഭംഗിയായി കാണിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഷിർക്കും ബിദ്അത്തുമാണ് ഈ ആയത്തിൽ പെടുക എന്ന് സഹാബാക്കളുടെയും താബീങ്ങളുടെയും തഫ്സീറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഷിർക്കും ബിദ്അത്തും ചെയ്യുന്നവർ അവരുടെ ആ ദുഷിച്ച കർമ്മങ്ങളെ നല്ലതായിട്ടാണ് കാണുന്നത്. കബായറുകൾ അഥവാ വൻ പാപങ്ങൾ ഈ ആയത്തിൽ പെടില്ല എന്നും താബി പണ്ഡിതൻ വ്യക്തമാക്കി. കാരണം ബുദ്ധിയും സംസ്കാരവുമുള്ള അമുസ്ലിങ്ങൾ പോലും വൻ പാപങ്ങളായ കൊല, വ്യഭിചാരം, മോഷണം എന്നീ ദുഷിച്ച കർമ്മങ്ങളെ ഒരിക്കലും നല്ലതായി കാണുന്നില്ലല്ലോ. അപ്പോൾ വ്യക്തമാണ് ഈ ആയത്ത് പറയുന്നത്, ബിദ്അത്തുകാർക്കും ശിർക്ക് ചെയ്യുന്നവർക്കും അവർ ചെയ്യുന്നത് നല്ലതായിട്ട് ശൈത്താൻ തോന്നിപ്പിക്കും. എന്നാൽ വൻ പാപങ്ങൾ നല്ലതായിട്ട് തോന്നിപ്പിക്കുമോ? ഇല്ല. കാരണം എല്ലാവർക്കും അറിയാം, ബുദ്ധിയുള്ള അമുസ്ലിങ്ങൾക്ക് പോലും അറിയാവുന്നത് ഈ വ്യഭിചാരം, കൊലൊന്നും നല്ലതല്ല. പക്ഷെ ബിദ്അത്തിനെ കുറിച്ച് ഇവരെന്താ പറയുക? ബിദ്അത്തുകാർ അത് നല്ലതാണ്. ഷിർക്കിനെ കുറിച്ച് എന്താ പറയുക? അത് നല്ലതാണ്, അത് അള്ളാഹിലേക്ക് അടുക്കലാണ്, അത് അള്ളാഹിലേക്ക് അടുക്കാനുള്ളൊരു മാർഗ്ഗമാണ്, അല്ലേ? മുസ്ലിങ്ങളും പറയും ഷിർക്ക് അവരുടെ വിശ്വാസമാണ്, അതുകൊണ്ട് അവരത് നല്ലതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഷിർക്കും ബിദ്അത്താണ് ഈ ആയത്തിൽ പെടുക. അതിനെ നല്ലതായിട്ട് ശൈത്താൻ തോന്നിപ്പിക്കും. വൻ പാപങ്ങൾ ഈ ആയത്തിൽ പെടില്ല. കാരണം ബുദ്ധിയുള്ള ആരും വൻപാപങ്ങളുടെ ഉദ്ദേശം വ്യഭിചാരം, കൊല, കക്ക പോലത്തെ പാപങ്ങളെ ആരും തന്നെ അമുസ്ലിങ്ങൾ പോലും നല്ലതായിട്ട് കാണുന്നില്ലല്ലോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ദലാല വ ഇൻ റആഹ അന്നാസു ഹസന. എല്ലാ ബിദ്അത്തുകളും ദുർമാർഗമാണ്, ജനങ്ങളവ നല്ലതായിട്ട് കണ്ടാലും. ഇത് ഇബ്നു ബത്ത ഇവാനത്തുൽ ഹദീസ് 205 ലാലിക്കായി ഹദീസ് 126 കാണാം. അപ്പോൾ ജനങ്ങൾ നല്ലതായി കണ്ടാലും ദീനിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാ ബിദ്അത്തുകളും ദുർമാർഗമാണ്. എല്ലാ ദുർമാർഗവും നരകത്തിലാണ്. സുഫ്യാൻ സൗരി റഹിമഹുല്ലാ പറഞ്ഞു, മഹാനായ താബി പണ്ഡിതൻ, സഹാബാക്കളിൽ നിന്ന് പഠിച്ച താബി പണ്ഡിതൻ, ഫുഖഹാക്കൾ പറയുമായിരുന്നു,
ദീനിയായ ഒരു വാക്കോ പ്രവൃത്തിയോ നീയത്തോ അഥവാ ഉദ്ദേശമോ ഒരിക്കലും ശരിയാവുകയില്ല അത് റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് യോജിച്ചു വന്നാലല്ലാതെ. ഇതും ഇബ്നു ബത്ത ഇബാന എന്ന ഗ്രന്ഥത്തിൽ 1-ാം വോള്യം 333-ാം പേജ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇന്നകും സതുഹദ്ദിസൂന വയുഹദ്ദിസു ലക്കും ഫഇസാ റഅയ്തും മുഹദ്ദിസത്തുൻ ഫഅലൈക്കും ബിൽ ഹദിയൽ അവ്വൽ. നിങ്ങൾ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പുതുതുണ്ടാക്കപ്പെടുന്നു. നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയത് കണ്ടാൽ ആദ്യത്തെ തലമുറയുടെ അഥവാ സഹാബിമാരുടെ റളിയല്ലാഹു അൻഹും മാർഗദർശനം പിൻപറ്റണം. ബാറക്കല്ലാഹു ഫീക്കും. പുതുതായി ഉണ്ടാക്കിയത് കണ്ടാൽ നിങ്ങളെന്താണ് അത് ചെയ്യാൻ പാടില്ല, സഹാബാക്കളുടെ മാർഗത്തെ പിൻപറ്റണം. ഇത് റിപ്പോർട്ട് ചെയ്തത് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയാണ്. ഫത്തുൽ ബാരിയിൽ 13-ാം വോള്യം 267-ാം പേജ് കാണാം. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച സഹാബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയകൂനു ഫി ആഖിരി ഉമ്മത്തി ഉനാസുൻ യുഹദ്ദിസൂനക്കും ബിമാ ലം തസ്മഉ അൻതും വല ആബാഉക്കും വയ്യാക്കും വയ്യാഹും. നിങ്ങളോ അഥവാ സഹാബാക്കളോ നിങ്ങളുടെ പിതാക്കളോ കേൾക്കാത്തത് പറയുന്ന മനുഷ്യർ അവസാന കാലത്ത് എൻ്റെ സമുദായത്തിൽ വരും, നിങ്ങളവരെ സൂക്ഷിക്കുക. ഇത് സഹീഹ് മുസ്ലിമിലെ മുഖദ്ദമയിൽ പറഞ്ഞതാണ്. അപ്പോൾ സഹാബാക്കൾ എന്താണ്, സഹാബാക്കൾ കേൾക്കാത്തത് പറയുന്ന മനുഷ്യർ അവസാന കാലത്ത് എൻ്റെ സമുദായത്തിൽ വരും, അവരെ സൂക്ഷിക്കണം. അപ്പോൾ സഹാബാക്കൾ കേൾക്കാത്തതാണ് മൗലീദ്, നബി സല്ലല്ലാഹു ജന്മദിനം. സഹാബാക്കൾ കേൾക്കാത്തതാണ് പ്രതിഷേധ സമരങ്ങൾ നടത്തുക ഭരണാധികാരിക്കെതിരെ. ബാറക്കല്ലാഹു ഫീക്കും. സഹാബാക്കൾ കേൾക്കാത്തതാണ് ഈ 3 ദിവസം 10 ദിവസം 40 ദിവസം ജമാഅത്തിന് പുറപ്പെടൽ. സഹാബാക്കൾ കേൾക്കാത്തതാണ് ഈ ഗോളശാസ്ത്ര കണക്ക്. കാരണം സഹാബാക്കളുടെ കാലത്തും ഗോളശാസ്ത്ര കണക്കറിയുന്ന ജൂതന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരത് പോയി കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല, അവരത് പഠിക്കാൻ പറഞ്ഞില്ല. അപ്പോൾ സഹാബാക്കൾ അത് കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മളത് കേൾക്കുന്നു. മുസ്ലിങ്ങൾ ഗോളശാസ്ത്ര പ്രകാരം മാസപ്പിറവി തീരുമാനിക്കുന്നു. ഇത് സഹാബാക്കൾ കേൾക്കാത്ത പഠിക്കാത്ത ഇതൊക്കെയാണ് ബിദ്അത്തുകൾ. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്ത് അവർ പറയുന്ന ദീനി പരിശ്രമം എന്ന പ്രബോധന രീതി ബിദ്അത്താണ്. അത് സ്വമേധയാ ആരാധനയാണ്, ദഅവ ആരാധനയാണ്, പ്രബോധന ആരാധനയാണ്. അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ്. അതിന് 3 ദിവസം 10 ദിവസം 40 ദിവസം എന്ന പുതിയ തർത്തീബുണ്ടാക്കൽ പുതുനിർമ്മിതമാണ്, ബിദ്അത്താണ്. സ്വപ്നം വഴിയാണ് തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രബോധന രീതി നിശ്ചയിച്ചത്. ആയത്തുകളെയും ഹദീസുകളെയും അവരുടെ പ്രബോധനത്തിന് പോകുന്ന എണ്ണത്തിന് തെളിവാക്കുകയും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണെന്നും പറയുമ്പോൾ അവരുടെ ഈ ദഅവ പ്രബോധനം ആരാധന തന്നെയാണ്. ഈ രീതി സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടേയില്ല, അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. വിജ്ഞാനമില്ലാത്തവരാണ് പ്രബോധനത്തിന് വേണ്ടി പോകുന്നവർ. അല്ലേ, നമ്മൾ ആയത്ത് ഉദ്ധരിച്ചു, വിജ്ഞാനം വേണം. അലാ ബസീറത്ത് എന്നല്ല പറഞ്ഞേ, അനവമനിത്തബനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും വിജ്ഞാനത്തോടെ ഉൾക്കാഴ്ചയോടാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അപ്പോൾ ഈ തബ്ലീഗുകാർക്ക് വിജ്ഞാനമില്ല, തൗഹീദുൽ ഉലൂഹിയത്ത് പറയുന്നില്ല, ഷിർക്കിനെതിരെ സംസാരിക്കുന്നില്ല, തൗഹീദുൽ അസ്മാഉ സിഫത്തിൽ പിഴച്ചിരിക്കുന്നു. ഷിർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന റിപ്പോർട്ട് അമലുടെ മഹത്വങ്ങളിലുണ്ട്. ഖബറിനോട് ഭയങ്കര സ്നേഹം കാണിക്കുന്ന റിപ്പോർട്ടുകൾ, അവരിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടുകൾ അമലുടെ മഹത്വങ്ങളുണ്ട്. തൗഹീദ് എന്ന നന്മ കൽപ്പിക്കുകയോ ഷിർക്ക് എന്ന തിന്മയെ തടയുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഫദായിലുൽ അമൽ എന്ന പുസ്തകത്തിൽ ഷിർക്കുണ്ട്,
കെട്ടുകഥകൾ ധാരാളമുണ്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ വായിച്ചു. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്ത് അവരുടെ മൻഹജിൽ പിഴച്ചിരിക്കുന്നു. അവരിൽ ബിദ്അത്തുണ്ട്. അത് നരകം കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഈ ജമാഅത്തിനെ നമ്മൾ സൂക്ഷിക്കണം. തബ്ലീഗുകാർ മനസ്സിലാക്കുക. ഇതൊന്നും അറിയില്ലെങ്കിൽ ഈ വിജ്ഞാനങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, അറിയണം. ബാറക്കല്ലാഹു ഫീക്കും. തബ്ലീഗിൻ്റെ മസ്ജിദിലും എല്ലാ ബിദ്അത്തുകളും ദുർമാർഗമാണ്, എല്ലാ ദുർമാർഗവും നരകത്തിലാണെന്ന് പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിൻ്റെ മസ്ജിദിലും പറയുന്നുണ്ട്, സമസ്തൻ്റെ മസ്ജിദിലും പറയുന്നുണ്ട്. പക്ഷേ അവരുടെ കർമ്മങ്ങളിൽ ബിദ്അത്തുകളുണ്ട്, ആക്ഷേപിക്കപ്പെട്ട ബിദ്അത്തുകളുണ്ട്. അതൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിലാണെന്ന് അവർ തെറ്റിദ്ധരിച്ച് പോവുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.